ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. രാഹുൽ ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയാണോ അല്ലയോ? അയ്യോ, കൊണ്ടുവന്നത് ആ വ്യക്തികൾ യാതൊരു കരുതിക്കൂട്ടലില്ലാതെ ചെയ്തതല്ലേ? പെരുന്നുണകളുടെ മഹാരാജാവ്. രാഹുൽ, എന്റെ ചോദ്യം അതല്ലല്ലോ. ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയോ തെറ്റോ? ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോനിന്റെ അച്ഛനോ എവിടെ പോകില്ല. അയ്യോ, ഒരു സംശയവും ഇല്ല. ഷഹീദ് അഫ്രീദിയെ വിളിച്ചത് അവർക്ക് തെറ്റുപറ്റിയതാണ്. അവർ പ്രത്യേകിച്ച് നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? തെറ്റല്ലല്ലോ, അത് തെറ്റാണെന്ന് രാഹുൽ എങ്ങനെ അസ്യൂം ചെയ്യുന്നേ? ഇങ്ങനെ അസ്യൂം ചെയ്യും. അതിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്ന് രാഹുൽ എങ്ങനെ ഉറപ്പിക്കുന്നു? ഈ കിഴങ്ങനേതാ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. പെരുമാറ്റം ഇതിലെന്തോ ചതിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. രാഹുലിന് അടുത്ത ബന്ധമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് രാഹുൽ ആ സംഘടനയുമായിട്ട് അടുത്ത ബന്ധം താങ്കൾക്കുണ്ടല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? നേരത്തെ പറഞ്ഞ തീവ്രവാദികളെ രാജ്യദ്രോഹികളെ ട്രൈ ചെയ്യണം. ആ രാജ്യദ്രോഹി ആരാന്നറിയാമോ? സോഫിയ ഖുറേഷി തീവ്രവാദികളുടെ സഹോദരിയാന്ന് പറയുന്ന വിജേഷ, അയാളെയാണ് ട്രൈ ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ, അവരാണ് തീവ്രവാദി. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഷഹീദ് അഫ്രീദിക്ക് ഭാരതരത്ന വർണ്ണം കൊടുക്കും. വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ? ഷഹീദ് അഫ്രീദിയെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ? അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ? ഷഹീദ് അഫ്രീദിയെ വിളിച്ചുകൊണ്ട് പോയി സൽക്കരിച്ച് ആനയിച്ച ആളുകളെ ന്യായീകരിക്കുന്ന ഒരാളാണ് രാഹുൽ. അതിന് മാറ്റില്ല, രാഹുൽ ആ നിലപാട് മാറ്റില്ല. നിന്റെ തലയാൻ ചക്രം കെട്ടിക്കൊല്ലും, അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങുക. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയാം.